എൻ്റെ അനിയത്തി ഹഫ 1 ഇയർ UK സ്റ്റഡീസ് കഴിഞ്ഞ് ലീവിന് നാട്ടിൽ സർപ്രൈസ് ആയിട്ട് വന്നപ്പോൾ ഉള്ള ഞങ്ങളുടെ റിയാക്ഷനും അതിൻ്റെ കൂവലും വിളികളൊക്കെ ഉള്ള ഷോർട്സും റീൽസും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഫുൾ വ്ലോഗ് ഒരുപാട് പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ഫുൾ വ്ലോഗാണ് കേട്ടോ. ഹഫ നമ്മളുടെ ഫാമിലിയിൽ ഇതാകെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷായിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടി ആയിരുന്നു ഈ സർപ്രൈസ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ്, ഇന്ന് സെപ്റ്റംബർ 22, ഇന്ന് അഫ വരുന്ന ഡേറ്റാണ്. ആർക്കും അറിയില്ല. അഫ എന്നോടേ പറഞ്ഞിട്ടുള്ളൂ സർപ്രൈസ് ആയിട്ട് വീട്ടിലെത്തിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ മിഷനിലാണ്, ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാട്ടോ. സെപ്റ്റംബർ 22 ഞാൻ വീട്ടിലാണ്. ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. എന്നെ ഞാൻ അവളെ വീട്ടിലോട്ടാണ് അവളെ വീട്ടിൽ ഇറക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ എടുക്കാണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് അഫ മുന്നിലോട്ട് വരണം. അപ്പോഴാണ് എല്ലാവരും സർപ്രൈസ് ആയിട്ട് ഒരുമിച്ച് നെട്ടുള്ളൂ. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റിയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഡൈനിങ് ടേബിളാണ്. എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനോ കാര്യങ്ങളോ പറഞ്ഞിട്ട് കേക്ക് മുറിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് വരുമല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ ദുബായി പോകാൻ നിൽക്കുകയാണ്. അവൻ ഇന്നാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് രാത്രി ഞാൻ വരുള്ളൂ എന്നാണ് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. അഫ വരുന്നോണ്ടൊരു കേക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കൊണ്ടോട്ട് കേക്ക് സ്റ്റുഡിയോ എന്നാണ്. ഇൻട്രോ പാട്ടെല്ലാം ഷായ് മുൻകൂട്ടി കണ്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് ആക്ച്വലി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഹഫനെ പിക്ക് ചെയ്യാൻ പോകുന്ന വഴി ഷായിനൊരു കേക്കും വാങ്ങിച്ചിട്ടുണ്ട്. ആ കേക്ക് ആക്ച്വലി ഹഫയ്ക്ക് സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളോട് ഷായ് കേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ വേറൊരു റീസൺ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ അഫനെ പിക്ക് ചെയ്തു. അങ്ങനെ ദാഫനെ പിക്ക് ചെയ്ത് ഷായ് വീട്ടിലേക്ക് വരികയാണ്. പിന്നീട് ഷായ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നമുക്കാണെങ്കിൽ ഇതിനെ കുറിച്ചൊരു യാതൊരു ഐഡിയ ഇല്ല. വീട്ടിലെത്തി കേക്കും ടേബിളിൽ വെച്ച് ഷായ് വാഷ്റൂം പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞ് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് മുകളിലുള്ള വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ഹഫയ്ക്ക് ബാക്കിലൂടെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണ് ഹഫ വീട്ടിൽ ആദ്യമായി കയറി കൂടിയത് കേട്ടോ. ഷായൻ അതെടുക്കട്ടെ ഇതെടുക്കട്ടെ അത് മറന്നു ഇത് മറന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പരക്കം പായുന്നത് കണ്ടപ്പോ എനിക്കിങ്ങനെ ചെറിയൊരു വശപ്പശക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷായൻ ആക്ച്വലി വേറൊരു ഹാപ്പി ന്യൂസ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള കേക്ക് മുറിയാണെന്നാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഒരു വേറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഈ നിമിഷം വരെ അറിയില്ല. ഇതിൽ 2ാമത്തെ മിനിറ്റ് മുതൽ നിങ്ങൾ കണ്ടത് എന്റെ ഫോണിലെടുത്ത ഷോർട്സ് ആണ് കേട്ടോ. ഇപ്പൊ കാണുന്നത് ഷായിന്റെ ഫോണിലെടുക്കുന്ന ഷോർട്സ് ആണ്. അപ്പൊ എനിക്കിവിടെ കുറച്ചും കൂടെ വോയിസസ് ഷെയർ ചെയ്യാനുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ക്ലിപ്പ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാനിതിന്റെ ഷോർട്സ് ഓൾറെഡി ഷെയർ ചെയ്തതിൽ ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹാപ്പി ഫാമിലി, സിസ്റ്റേഴ്സ് ബോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹാപ്പിനെസ് കണ്ടിട്ട് വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് ഹാപ്പിനെസ് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെയും എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കാനേ കുറച്ച് അപരാധം പിടിച്ച ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് അപരാധം പിടിച്ച നെഗറ്റീവുകൾ എന്റെ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വല്യുമ്മയെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളത്. നമ്മളെല്ലാവരും അഫൻ ഇത്രയും കാലം കഴിഞ്ഞിട്ട് പെട്ടെന്ന് കണ്ടതിന്റെ ആവേശത്തിലാണ്. ഞാനും
മാനിയും ഉമ്മച്ചിയും പപ്പയൊക്കെ അങ്ങോട്ട് പോയി തിരക്കി അഫനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ മാത്രമാണ് അഫയ്ക്ക് ഞങ്ങളുടെ ഏറ്റവും ചെറിയ അനിയത്തി ഹൈമിനെ കൂടി എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയത്. അല്ലാതെ ആ കൂട്ടത്തിലേക്ക് തിരക്കി വന്ന് കെട്ടിപ്പിടിക്കാനൊന്നുള്ള ആരോഗ്യസ്ഥിതി ഉമ്മമാക്കില്ല. അത് മാത്രമല്ല വീഡിയോയിൽ വരാനും യൂട്യൂബിൽ ഫേസ് റിവീൽ ആവുന്നതൊന്നും ഉമ്മമാക്ക് താല്പര്യമില്ല. ഹൈമിനെ എടുത്തോണ്ട് നിൽക്കുമ്പോൾ തന്നെ അഫ ദാ നേരെ ഉമ്മമാന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, കൈ നീട്ടുന്നുണ്ട്. അത് വ്യക്തമായി കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ സ്ലോ മോഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. റാൻഡംലി ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ ഹഫ് ഉമ്മമാനെ ഹഗ് ചെയ്തപ്പോഴത്തേക്കും ഷൈൻ നേരെ ക്യാമറ ആംഗിൾ ഈ ഒരു കേക്കിലേക്ക് ഡയറക്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉമ്മമാനെ ഹഗ് ചെയ്യുന്നത് കാണാൻ പറ്റാതെ. എല്ലാരെയും ഹഗ് ചെയ്യുന്നത് കൃത്യമായിട്ട് എടുക്കണം, അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നൊന്നും വിചാരിച്ചിട്ടല്ല ഞങ്ങളൊരു വീഡിയോസും ഷൂട്ട് ചെയ്യുന്നത്. ഇതൊന്നും ആക്ച്വലി ഇവിടെ പറയേണ്ട കാര്യം പോലും ഇല്ല, കാരണം തലച്ചോറും ഇത്തിരി കോമൺ സെൻസും ഉള്ള ആർക്കും ഇതൊക്കെ മനസ്സിലാവും. ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ ഇതെല്ലാം പറഞ്ഞ് ബോധിപ്പിക്കേണ്ട യാതൊരു ആവശ്യം എനിക്കോ എന്റെ ഫാമിലിക്കോ ഇല്ല. പക്ഷെ ആ നെഗറ്റീവ് കമന്റ്സ് കണ്ട് ബാക്കിയുള്ള പോസിറ്റീവായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വോയിസസും ഈ ക്ലിപ്സും ഇവിടെ ആഡ് ചെയ്യുന്നത്. എനിക്ക് ലാസ്റ്റ് മിനിറ്റില് തോന്നി, അന്ന് ഷായിൻഷന്റെ ഈ ഒരു പഴക്കം വച്ചില്ല എനിക്ക് തോന്നി. അത് വൈഫൈ കിട്ടണ്ടേ? ഷായി പിന്നെ ഇത് പറഞ്ഞപ്പോ പിന്നെ അന്നമോൾ അറിഞ്ഞോട്ടോ ഞാൻ അതിനോട് വൈകുന്നേരം പറഞ്ഞു. ഓൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് റിസീവ് ആയിട്ടില്ല. ഓൾ ഈ നേരത്തെ ഓൺലൈനിൽ ഉണ്ടാവലുണ്ട്. ഓള് പോന്നിട്ടുണ്ടാവും, മിക്കവാറും നാളെ എത്തും എന്ന് പറഞ്ഞു ഞാൻ അതിനോട്. വെൽക്കം ഹോം ഹഫ. കേക്ക് കുറച്ചല്ലേ അല്ലാണ്ട് ഞാൻ നാളെ കല്യാണത്തിനാണ് മോൾക്ക് പിയാനോ ക്ലാസ്. ഞാൻ എങ്ങനെയപ്പോ ഇത് മുടക്കുക പഞ്ചറാക്കിയില്ല പെട്ടെന്ന് മറ്റേ കാരണം ഉണ്ടാക്കിയപ്പോ പെട്ടെന്ന് കാരണം വലിയ കുട്ടിയായല്ലോ. എനിക്ക് മാറ്റൊന്നുമില്ല, എന്നെ പഠിച്ചു. കണക്ഷൻ കിട്ടാൻ ക്ലാസ്സിൽ എന്താണെന്നറിയില്ല. ഇനി ആ വേഗത കൂടി ഇങ്ങനെ പൊന്നിക്കൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ ഒരു മാറ്റമില്ല. തടിച്ചില്ലേ? തടിച്ചു കുറച്ച്. ഞാൻ എനിക്ക് ലാസ്റ്റ് തോന്നി, ഞാൻ ഇവിടുന്ന് വെച്ചോട് പറഞ്ഞു അഫേറ്റ വന്നിക്കണോ. എനിക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ഞാൻ എനിക്ക് ഇന്ന് രാത്രി മെസ്സേജ് അയച്ചിരുന്നു. അപ്പൊ എന്താണ് ഈ ഓൺലൈനിലില്ല. അപ്പളേ ഞാൻ വിചാരിച്ചെന്താ ഇവിടെ ഓൺലൈനില്ലാത്ത ഇനി പോന്നിക്കണോ. ഇന്ന് 3 മണിക്കാണ് ഫ്ലൈറ്റ്. 8:30 ഇറങ്ങി 9 കണ്ണെന്നൊക്കെ വെള്ളം വന്നു. ഞാൻ വൈഫൈ കണക്ട് ചെയ്യുന്ന പാസ്വേഡ്. അപ്പൊ ഇതാ കാറിന്ന് ഹഫിന്റെ ലഗേജസ് എല്ലാം അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അവള് നേരെ മുകളിൽ വന്ന് നേരെ താഴോട്ട് ഇറങ്ങിയതാണല്ലോ. ലഗേജസ് എല്ലാം ഇപ്പോഴും കാറിൽ തന്നെയാണ്. അപ്പൊ ഹഫയും ഷായും എങ്ങനെയൊക്കെയായിരുന്നു അവർ വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ കേട്ടോ. ഇപ്പൊ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ചെറിയ ഫീവറും കോൾഡും ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ സൗണ്ടൊക്കെ കുറച്ച് ഡള്ളായിരിക്കും, എനിക്ക് അത്ര വയ്യ. എന്നിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇതെല്ലാം ചൂടാറുന്നതിന് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഫ്ലൈറ്റിലേക്ക് കാരണം അപ്പൊ ഞാൻ വിചാരിച്ചു ഉറപ്പില്ല. ഞങ്ങൾ നാളെ വരുന്ന എത്തിക്കേനു. നാളെ ക്ലാസ് തുടങ്ങേണ്ട സമയമാണ്. അപ്പൊ ഡേറ്റ് നിർത്തിച്ചു. അത് അന്ന് പ്ലാൻ ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ പറയാനും പറ്റൂല. അത്ര വീഡിയോ എടുത്തപ്പോഴേ എന്താണ് ഇവള് അപ്പത്ത അറിയില്ല. വാങ്ങിയൊന്ന് വിളിച്ചാലും ഞാൻ
ഞാൻ മുന്നത്തെ സൈഡ് സീറ്റ് ഒരു കവറുണ്ടോ ഞാൻ പേടിച്ചു തന്നെ കാണാനില്ല എന്നിട്ടാ പോയതാവോ മറ്റേ ഓണസാരി കൊണ്ടല്ലേ ഞാൻ പോയിക്കണേ ഹൃദയന്റെ അടുത്ത് ഓണം കഴിഞ്ഞിട്ടല്ലേ ഞാൻ വരുള്ളൂ. ഞങ്ങള് പിന്നെ അങ്ങനെ ആക്കി ഞങ്ങൾ പ്രഡിക്ഷൻ ഞാൻ അതും കൂടി ആലോചിച്ചിട്ടില്ല. മേമ പറഞ്ഞേ ഓളെ സുഫൈറ പറഞ്ഞല്ലോ പിന്നെ അർഷിതൊക്കെ വരുന്നുണ്ട് 28-ാം തീയതി പിന്നെ അവിടെ കോളേജൊക്കെ പൂട്ടണാണല്ലോ എന്റെ ഏട്ടത്തിന്റെ മോള് വരുന്നുണ്ടോന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് ഞാന് മനസ്സിലാക്കിയത്. കോളേജ് പൂട്ടുന്നത് മോള് ദുബായി കൂടെയാണ് അബുദാബി അങ്ങനെ ദുബായ് വഴിയാണ് വരുന്നത്. അങ്ങനെയാണോ വരുന്നത് ആ പ്ലെയിനിൽ തന്നെയാണോ എന്നൊക്കെ പറഞ്ഞു. അതാണ് ഞാൻ അത്ര കറക്റ്റിന് പറഞ്ഞു നിന്നീനത്. അർഷിത വരുന്നുണ്ട് അവിടുന്ന് കോളേജൊക്കെ പൂട്ടുന്നത് 28-ാം തീയതിയാണ്. അങ്ങനെയാണ് ഞാന് നാളെ എനിക്ക് സ്കൂളും തുറക്കണ ദിവസം. നാളെ ഇനി പോണ്ട. അപ്പൊ എല്ലാവർക്കും നാളെ അവധി. നാളെ അവധി എടുക്കാൻ പറ്റുള്ളൂ. കൊടുക്കുമ്പച്ചി ഇവിടെ വെക്കണ്ടേ ഒക്കെ തുറന്നൊക്കെ പക്ഷെ ഇവിടെ കാണാൻ നെറ്റ് കണക്ട് ചെയ്തിരുന്നു. പക്ഷെ നെറ്റ് ആകുമ്പോൾ ആൾക്കാർ ഇപ്പൊ നെറ്റ് പോയി വൈഫൈ അപ്പളെ എന്തിങ്ങനെ മനസ്സിലായി ടെൻഷൻ എന്തോ ഷാൻസിന്റെ പഴക്കം വാച്ചിൽ കണ്ടപ്പോഴും എനിക്ക് ഉറപ്പായി ഒന്നെങ്കിൽ എന്തോ പറ്റിയത് അല്ലാണ്ട് എന്റെ അഫ വരുന്നുണ്ട്. ലാൻഡിലൊക്കെ കാണാൻ പറ്റൂലേ മൊബൈലിൽ അറിയാൻ പറ്റും. അപ്പൊ ലൈറ്റ് ആണ് എനിക്ക് അറിയില്ല. നല്ല ക്യൂട്ടാണ് സ്മാർട്ടാണ് പൈസ ആയിക്കോട്ടെ വിചാരിച്ചിന് കേക്ക് കാണുമ്പോ നല്ല ക്യൂട്ട്. അവള് വരുന്നത് അത് കണ്ടെല്ലാരും അവള് എയർപോർട്ടിൽ നിന്ന് വരുന്നേ. ഹലോ എനിക്ക് വലിയ പഴക്കം വാച്ചിലുണ്ട് എന്തോ ഒരു ഇത് കൊണ്ടിട്ടുണ്ട് തോന്നി എനിക്ക്. നല്ലതാണ് ക്യൂട്ടാണ്. നിന്നോളില്ല കുട്ടികളെല്ലാരും നൂലെ മുറിച്ചോളി. ഇവിടെ മമ്മ അല്ലേ അമ്മ വിളിച്ചു ക്ലോസ് ആയിരുന്നു. ഷായി നിന്നു എല്ലാരും കുടിച്ചോളി. ഞങ്ങളുടെ ഇടം ബാക്കിലെന്നുള്ള ഇവിടെ എല്ലാവരും കുടിച്ചോളി. ഈ ബിസ്കോപ്പ് വരുമ്പോ ബിസ്ക്കറ്റിന് മേൽക്കുള്ളൂ അത്ര വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതിന്റെ ഉള്ളിലൊക്കെ ആ ലെയർമലൊക്കെ ഉണ്ടാവും. അത് അതിനൊക്കെയാണ് എനിക്ക് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഉമ്മമ്മക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ വീഡിയോയിലൊന്നും വരാൻ. എന്നാലും ഞങ്ങളുടെ നിർബന്ധത്തിന് ഇടയ്ക്കൊക്കെ വീഡിയോസിലൊക്കെ നിൽക്കും. ചിലപ്പോൾ ഇല്ലാന്നൊക്കെ പറയും. അപ്പം ഞങ്ങൾ പിടിച്ചു വെച്ച് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണ്. അപ്പം നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. നമുക്ക് ഉള്ളത്തെ ക്രീമിൻ്റെ അത്ര കൊടുത്താൽ മതി. അല്ലെങ്കിൽ വാല് നോക്കി പിടിച്ചെങ്കിലും പോട്ടും പണ്ടത്തിന്റെ വാല് മാത്രമൊക്കെ നോക്കിയാണ്. ലോട്ടസ് ബിസ്കോഫ് കേക്കാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കൊണ്ടോട്ടി കേക്ക് സ്റ്റുഡിയോന്ന്. കേക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റും ക്വാളിറ്റി എല്ലാം ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ഇഷ്ടമായി. അല്ല അത് ബിസ്ക്കറ്റ് പുറത്തുനിന്ന് വരുന്ന കേക്കിന്റെ വില
കേക്കിന് പെരുമേനെ ഇതിന്റെ കേക്കിനെ പിന്നെ ആർക്കും അതൊക്കെ നമ്മൾ അങ്ങനെ ചപ്പിലേക്ക് മുറിച്ചത് ഇത് ചപ്പിയാ അത്ര വലിയ പീസ് ഒന്നും വേണ്ട അങ്ങനെ മുറിച്ചത് ഞാൻ കുറച്ചേരം വിശ്വസിച്ചു ബോഡി ചെയ്തു ഞങ്ങൾക്കൊന്നും ഇപ്പൊ തിന്നാൻ തന്നെ തോന്നുന്നില്ല. മിൽക്കാണ് പറഞ്ഞത് ഡിങ്കുണ്ടോ ലിങ്കുണ്ട് ഞാൻ കാണിച്ചു കൊടുത്തത്. പിന്നെ അബുദാബിയിൽ നിന്ന് കുറച്ച് അറേബ്യൻ ചോക്ലേറ്റ്സും ഇതൊക്കെ അബുദാബിയിൽ നിന്ന് കുറച്ച് അച്ഛൻ്റെ അച്ഛനെ പോയി ഞങ്ങളുടെ ചെറിയ അനിയത്തി ഹൈമി അഫയ്ക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് അവളുടെ റൂമിൽ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് അൺബോക്സ് ചെയ്യാണ്. എന്താണ് വലിയ സർപ്രൈസ് ഒന്നല്ല. ഓ ഇതെന്താ ആരും ഇതുവരെ തുറക്കാനും ഇതാക്കാനും എടുക്കാനും അയച്ചിട്ടില്ല. എന്റെ ഫോണിൽ എനിക്ക് ഹൊറിസോണ്ടൽ എന്റെ ഫുള്ള് വെർട്ടിക്കലാണല്ലോ എടുക്കുന്നത്. ആ പെട്ടിയിലോ ഇങ്ങനെ എടുത്തുന്നാലും എനിക്ക് പറ്റിയിടാൻ പറ്റുള്ളൂ ഷോർട്ട്. ഇതൊക്കെ എനിക്ക് ബ്ലോഗിലിടാനാ. അല്ല ഷോർട്ട് ഇടണേ അപ്പളാ നല്ല കേറുള്ളൂ. ആർക്കൊക്കെ ചെറുതായ മരുത്തുണ്ടോ അഫ ഒക്കെ ചെറുതായ മരുത്തുണ്ടോ അല്ലേ? ഷായി പറഞ്ഞില്ല അതൊക്കെ ഇനി ചെറുതായ സ്പേഷ്യസ് അല്ല. ഒളിച്ചിക്കണത്താ ഓളാ അവിടെ ഇങ്ങോട്ട് വാ. ഒരു ബേജാറാണ്. എന്റെ ചിക്കി തർക്ക് കൂട്ടാൻ പറ്റൂലാന്നോ? കൊറേ കാലം നമ്മൾ റൂട്ട് കിട്ടുന്ന ഒക്കെ ചെറുതായല്ലോ. ഓള് വലിയ 28-ാം തീയതി ഇത് വന്നാലേ തുറക്കുള്ളൂ. എന്നാ നമുക്ക് കണ്ടേ തുറക്കണേ. മിഠായി അല്ലേ? ഓളെ അബ്രാന്റെ ബർത്ത്ഡേക്ക് കൊടുക്കാറ്റില്ലല്ലോ അറിയുന്നുണ്ട്. അവന്റെ ബർത്ത്ഡേക്ക് ഓളാകൊന്നും ഇല്ലല്ലോ പറഞ്ഞാണ്ട് ഇപ്രാവശ്യം പയ്യൻ കൂടി കുട്ടിയുണ്ട്. എപ്പോഴോ എന്റെ രാത്രി ചെയ്യുന്നുണ്ട് ഇങ്ങനെ നല്ല ഇഷ്ടായിട്ടോ. ഇന്റെ ചങ്ങാഴ്ച ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കും ഞാൻ ഏൽപ്പിച്ചുകള്. അങ്ങനെ ഈ ഒരു ദിവസം കഴിയാണ് നമ്മളെല്ലാവരും പിന്നെ ഉറങ്ങി. ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ. ഇത് രസല്ലേ പീക്കോക്ക് കേക്ക്? പായമില്ലേ? ഉപ്പാക്ക് കുപ്പായവുമില്ല, മക്കൾക്ക് തട്ടവുമില്ല. അല്ലെങ്കിൽ ഞാൻ അവിടെ ദുബായി കിട്ടും. ഇതാണ് മാറ്റി വെച്ച നോക്കട്ടെ തുറന്ന ബുക്കൊക്കെ ഉണ്ട്. ഞങ്ങള് പോയാ മതി കിട്ടോ. ഫ്രീയും കിട്ടി. അത് തരാൻ മറന്ന്. അത് ഞാൻ കസ്താക്കിയതാണ്. മറ്റേ ഗ്രീൻവിച്ച് മാർക്കറ്റിൽ പോയി കണ്ട് ഞാനൊരു സാധനം ഉണ്ടാക്കി വീഡിയോയില് കണ്ടിനോ? ഇഷ്ടപ്പെട്ട ആള് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞില്ലല്ലോ അഫ വീഡിയോയില്. വാച്ച് മതിയല്ലേ? ഇതാണ് എന്നെ തരുന്നത്. വേണല്ലോ. കാണുമ്പോ ഇതിലൊക്കെ
ഒരാഴ്ച കൊണ്ടുവരുന്ന മഞ്ഞളും അത് എന്നെ ചോദിച്ചു കൊണ്ടുപ്പിച്ചതാ. ഇത് ശുദ്ധറിയും കരിയാണ്. നോട്ടത് ഞാൻ നോക്കിട്ട് തരുള്ളൂ. നോട്ടാ നിന്റെ കാര്യം ഇതിന്റെ സ്റ്റാഫ് കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ അതൊക്കെ ഇതോട് പറഞ്ഞു കണ്ടിരിക്കും. ദാനിക്കോ എന്നൊക്കെ കൊടുക്കാൻ നിൽക്കും തൽക്കാലം ആണ് കൂടി. എനിക്കറിയാം ഈ സാധനം. മാനിക്കറിയില്ല, ഇക്കറിയാം. ഇതാ മുടി മലക്കണ സാധനല്ലേ. ഇതാണ് വെൻസ്ഡേന്റെ പ്രിന്റ് ഉള്ളത്. ജേണല് ഇതെന്താണ്? അത് ബാൻഡ്. ജേണലല്ലേ? ജേണൽ വേണം. ഇത് ഈ സാധനല്ലേ ബ്ലൗസ് ഒക്കെ അതിന്റെ ഒപ്പം. ഇത് അനിക്കൊന്നും വേണ്ടത് എനിക്ക്. മനക്കുള്ളതൊക്കെ ഇതിലിതാ ഒരു സാധനം കൂടി. എന്തെന്താ? തലമുട്ടി സ്കൂളില് പിന്നെ കുട്ടികളെ പാട്ട് കിട്ടുന്നായിരുന്നു. ഇത് മറ്റേ ടാപ്പല്ലേ? ഇത് ഒന്നുമില്ല. പക്ഷെ ബാത്തപ്പിൽ വരുന്നല്ലേ ഒരു ബബിൾ ബാത്ത് ലിയമോക്ക് കൊടുക്കണം, ഒരു ബബിൾ ബാത്ത് പൈനാട്ടുക്കും കൊടുക്കണം. അല്ലേ? ഒരു താഴത്തെ ബാത്റൂം ഒന്ന് ഈ ബാത്റൂമിലൊക്കെ നല്ല ആഗ്രഹം വെച്ചതേനു ഇത്. സന്തോഷ ഞാൻ എന്തോരം ആഗ്രഹിച്ച ഇതൊക്കെ കഴിഞ്ഞ കൊല്ലം വാങ്ങിയ ഞാൻ നല്ല ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടുന്ന പറഞ്ഞത് ഇങ്ങനെ കാണുമ്പോ നമുക്ക് ഇങ്ങനെ മാങ്ങാൻ തോന്നുന്ന പകരം ഇവിടെ കുത്തിക്കാണ്ട് ഇതിനെ കൊടുക്കണം. ഇതാണോ ഒരു നാളെ എനിക്ക് ബോഡി സ്പ്രേ. ആ വെർസാച്ചി ഒന്നും ഇല്ല. എന്നാലും എനിക്ക് സന്തോഷമായി. എനിക്ക് ധാരാളമായി. പാറ്റാണ് ആദ്യത്തെ പൈസ എത്തിക്കണല്ലോ. അപ്പൊ എല്ലാവർക്കും കിട്ടി സന്തോഷമായില്ലേ ഗൈസ്? വെക്കോ ഇവിടെ നോക്കിക്കാനിയെ ഷായി ആ പെർഫ്യൂം കാണിച്ചു കൊടുക്കുന്ന ഈ കൊടുക്കും. മറ്റേ ഗുഡ് ഗേളും ബാഡ് ബോയും ഒക്കെ ഇല്ല, ഷൂവിന്റെ ഷേപ്പിലുള്ള ഒരു പെർഫ്യൂം ഉണ്ട് അതിന്റെ ബ്രാൻഡാണ്. അടുത്ത അടിച്ചേ നോക്കട്ടെ. അടിച്ചു നോക്കൂ. എടുത്തു നോക്കൂ. അതെല്ലാം മണുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അതിന്റെ ഒരു ആഫ്റ്റർ സ്മെൽ. ഈ ദിവസം തന്നെ വൈകുന്നേരത്തേക്ക് നമ്മൾ കിഷ്കിണ്ട കണ്ടം കാണാൻ പോകാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 5 o'clock ഷോ. നേരെ അവിടെ എത്തി, നമ്മൾ ഫിലിം എല്ലാം കണ്ടു. നല്ല അടിപൊളി മൂവി ആയിരുന്നു. ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് നേരെ പോകുന്നത് ഞങ്ങളുടെ ഉമ്മമാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അതായത് എൻ്റെ ഉമ്മച്ചിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഉമ്മ നമ്മളങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, അഫനെ കണ്ടില്ലല്ലോ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ നേരെ ഇനി അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്.